രാജ്യസഭയിൽ പോവുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു സ്ഥാനമാനം തന്നെയാണ്. ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ ആരു തന്നെയായാലും ആ പദവിക്ക് അതിൻ്റേതായ മഹിമയും സ്ഥാനവും അഹങ്കാരവുമൊക്കെയുണ്ട്. അങ്ങനെ രാജ്യസഭയിൽ പോയി ഇന്നേ വരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നേ വരെ രാജ്യസഭയിൽ പോയ ഒരുപാട് പേർ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, സിനിമാക്കാരുണ്ട്, പലരുമുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിൽ നിന്ന് പോയവരുമുണ്ട്. പക്ഷേ ഈ രാജ്യസഭയിൽ പോയി പലർക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭാഷ വരെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞ് മലയാളക്കരയെ തന്നെ മോശമാക്കുന്ന രീതിയിൽ പ്രകടനം നടത്തുന്ന പലരെയും നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അതായത് രാജ്യസഭ അല്ലെങ്കിൽ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മലയാള ഭാഷ കൊണ്ട് വലിയ സാഹചര്യമൊന്നും നമുക്ക് മുതലെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് രാജ്യസഭയിൽ മലയാളം അറിയുന്ന 2, 3, 4 ആൾക്കാരെ കാണുക. അപ്പോൾ ഈ മലയാളം കൊണ്ട് അവിടെ ഒന്നും സംസാരിക്കാനോ പറയാനോ പറ്റില്ല. എന്നാൽ അവിടെ പറയേണ്ട ഭാഷ ഒന്നുമില്ലേ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഇതൊക്കെ നന്നായി പഠിച്ച് പറയാനോ ഇവന്മാരൊക്കെ തയ്യാറുമല്ല. എന്നിട്ട് അവിടെ പോയിരുന്ന് ഹിന്ദി പറയാൻ ശ്രമിക്കാറേ ഇല്ല. ആകെ ശ്രമിക്കുന്ന ഒരു ഭാഷ ഇംഗ്ലീഷാണ്. ആ ഇംഗ്ലീഷ് കേട്ടാൽ നമ്മൾ ചിരിക്കുകയല്ല, ബോധം കിട്ടുകയുള്ളൂ. അത്തരത്തിലുള്ള ഇംഗ്ലീഷ് ഡബിൾ എ റഹീമിൻ്റെയും മറ്റുള്ള പലരുടെയും ഇംഗ്ലീഷ് നമ്മൾ കേട്ടതാണ്. രാജ്യസഭയിലായാലും വേണ്ടില്ല, പാർലമെൻറ്റിലായാലും വേണ്ടില്ല. പിന്നെ ചിലരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയിരുന്ന് കൂക്കി വിളിക്കുക, അല്ലെങ്കിൽ നാടൻ പാട്ട് ചെല്ലുക, മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ അട്ടഹസിക്കുക. ഇതൊന്നും അവിടുത്തെ സഭ നിയന്ത്രിക്കുന്നവർക്കോ മറ്റുള്ള നേതാക്കൾക്കോ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഇങ്ങനെ മലയാളിയുടെ വില കളയുന്ന ഇത്തരക്കാരെ നമ്മുടെ നാടിന് തന്നെ നാണക്കേടാണ്, മലയാളക്കരയ്ക്ക് തന്നെ നാണക്കേടാണ്, യാതൊരു സംശയവും വേണ്ട. നമ്മൾ കണ്ടതാണ്, ആലത്തൂരിൽ നിന്നും ജയിച്ചു പോയ ഒരു വനിതാ MP പാർലമെൻറ്റിൽ ചെന്ന് നാടൻ പാട്ട് പാടിയിട്ട് സ്പീക്കർ കൊടുത്ത പണിഷ്മെൻറ്റ് നമ്മളെല്ലാവരും കേട്ടതാണ്, കണ്ടതാണ്. അതുപോലെ പലർക്കും. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പറ്റാത്ത പണിക്ക് എന്തിനു നിൽക്കുന്നു? നമുക്കറിയാത്ത പണിക്ക് നമ്മൾ എന്തിനു പോകുന്നു? രാഷ്ട്രീയ പ്രവർത്തനമാണ്, സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് വിചാരിച്ച് എന്തും ചെയ്യാം എന്ന ഒരു തോന്നൽ ആദ്യം ഈ മേഖലയിലുള്ളവർ ഒഴിവാക്കണം. നമുക്ക് പറ്റുന്ന പ്രവർത്തനം അത് എന്തു തന്നെയായാലും അത് നമുക്ക് പറ്റും എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ പണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ കൊള്ള ചെയ്യുക എന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരികയാണ്. ഈ കൊള്ള ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് കൊണ്ടാണോ വീണ്ടും വീണ്ടും ഈ സീറ്റ് കിട്ടാൻ വേണ്ടി മത്സരിക്കാൻ വേണ്ടിയിട്ട് തോറ്റാലും വീണ്ടും മത്സരിക്കുകയാണ്? അത് ഒരു പ്രാവശ്യം തോൽക്കാം, 2 പ്രാവശ്യം തോൽക്കാം, 3 പ്രാവശ്യം തോൽക്കാം. ഇതങ്ങനെയല്ല, തുടർച്ചയായി ഞാൻ 10 പ്രാവശ്യം തോറ്റ ആളാണെന്ന് പബ്ലിക്കായിട്ട് പ്രസംഗിക്കുകയും ചെയ്യുക. അപ്പോൾ ഇവർക്ക് ഈ ഇലക്ഷനിൽ നിൽക്കുന്നത് ജയിക്കാനല്ല, ഇവരുടെ ഉദ്ദേശം വേറെ ഒന്നാണ്. ഇവിടെ എന്തോ ഒരു കൊള്ള ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം അവർ തന്നെ അറിയാതെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ തെറ്റുകാരൻ അവരെ വേദിയിൽ ഇറക്കുന്ന
ആ നേതൃത്വമാണ്. നേതൃത്വം ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർ രാജ്യസഭയിലൊക്കെ വന്ന് ഈ വൃത്തികേടുകൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭാഷ പോലും ശരിക്ക് അവിടെ ഉപയോഗിക്കേണ്ട ഭാഷ പോലും ശരിക്കും ഇവന്മാരുടെ കയ്യിലില്ല. വളരെ കഷ്ടം തോന്നിയ ഒരു സംഭവമായിരുന്നു കേരളത്തിൽ നിന്ന് പോയ ഒരു MP, അതും തമിഴ്നാട്ടിലെ ഒരു MP. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ചില പഴയ കഥകൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവതരിപ്പിക്കുകയാണ്. ഈ കേരളത്തിൽ നിന്ന് പോയ MP-ക്ക് ഒരു കാരണവശാലും അതിൽ ഇടപെടേണ്ട ആവശ്യം തന്നെ ഇല്ല. അത് കേട്ടുമുണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. ഈ തമിഴ്നാട്ടിലെ MP അതിങ്ങനെ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സംസാരത്തിൽ അദ്ദേഹം അവിടുത്തെ പഴയ മുഖ്യമന്ത്രി ജയലളിതയുടെ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അപ്പോൾ ജയലളിതയെ പൊതുവെ തമിഴന്മാരായാലും പൊതുവെ എല്ലാവരും അമ്മ എന്നാണ് പറയുക. അപ്പോൾ ഇദ്ദേഹം ആ പ്രസംഗത്തിൽ ജയലളിത മുഖ്യമന്ത്രി എന്ന പേര് പറയുന്നതിന് പകരം അമ്മ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ MP, അതായത് ബ്രിട്ടാസ് പറയുന്ന വിഡിത്തരങ്ങൾ പലതും നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അതായത് RSS മൂപ്പനെ കൊല്ലാൻ നടക്കുകയാണ്. ലിസ്റ്റിൽ ആളെന്ന്, അതായത് ബ്രിട്ടാസ് തന്നെ സ്വയം പറയുകയാണ്. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ബ്രിട്ടാസിനെ അറിയുള്ളൂ. ആ ബ്രിട്ടാസ് ഈ തമിഴ്നാട്ടിലെ MP പ്രസംഗിക്കുമ്പോൾ അത് കേട്ടിരിക്കാതെ അദ്ദേഹം എവിടെ പ്രസംഗിക്കുമ്പോഴോ അനാവശ്യമായി എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞിരിക്കും ഈ ബ്രിട്ടാസ്. അത് എന്തിൻ്റെ അസുഖമാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ അമ്മ സംതിങ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബ്രിട്ടാസ് ബാക്കിലിരുന്നു കൊണ്ട് വിച്ചമ്മ, ഏതമ്മ വിച്ചമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇയാൾ 1, 2, 3 പ്രാവശ്യമൊന്നും മൈൻഡ് ചെയ്തില്ല. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അയാൾ പെട്ടെന്ന് തിരിഞ്ഞിട്ട് യുവർ അമ്മ എന്നൊരൊറ്റ വാക്കാ പറഞ്ഞുള്ളൂ. ബ്രിട്ടാസ് പല്ലിളിച്ചിട്ട് കൈ ഊപ്പി മുണ്ടാണ്ടിരുന്നു. അപ്പോൾ മലയാളികളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, രാജ്യസഭയിൽ ഇന്ത്യയുടെ പരമോന്നത സ്ഥലമാണ് രാജ്യസഭ. ആ രാജ്യസഭയിൽ ആദ്യമായി അമ്മയ്ക്ക് വിളി കേട്ട ഒരു മനുഷ്യനായ MP-യാണ് CPM-ൻ്റെ MP ജോൺ ബ്രിട്ടാസ്. അമ്മ പറഞ്ഞ എല്ലാവർക്കും ബഹുമാനം നമ്മുടെ അമ്മയാണ്. ആ അമ്മ, യുവർ അമ്മ എന്ന ആ തെറി കേൾക്കേണ്ടി വന്ന ഈ MP എന്തിനാണ് ഈ വൃത്തികേടുകൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാതാ അമൃതാനന്ദമയ്യെ തെറി വിളിച്ച ആ അമ്മയുടെ ശരിയായ മറുപടിയാണ് ഈ അമ്മയിൽ കൂടി ഇപ്പോൾ അനുഭവിക്കാൻ ബ്രിട്ടാസിന് സാഹചര്യമുണ്ടായതെന്ന് സ്വയം ഓർക്കുക. പച്ച നുണ പറയുമ്പോൾ, കള്ളത്തരങ്ങൾ ചെയ്യുമ്പോൾ, സിനിമയിൽ അഭിനയിക്കാൻ പോകാനായി അഭിനയിച്ച് നടക്കുമ്പോൾ ആ അഭിനയമൊന്നുമല്ല സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം. അധ്വാനിച്ച് ജനങ്ങളിൽ ഇറങ്ങിത്തന്ന് ജനങ്ങളുടെ ഒരാളായി മാറണം. അല്ലാതെ ഷൂ പോളിഷ് അടിച്ച് കസേര പിടിച്ച് പറ്റുമ്പോൾ ഇത്തരത്തിലുള്ള അമ്മയ്ക്ക് വിളിയൊക്കെ ഇനിയും കേൾക്കേണ്ടി വരും ബ്രിട്ടാസ്.